തീപിടിച്ചോറിലേക്ക് ഏവർക്കും സ്വാഗതം. മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തകനായി സമരം ചെയ്ത് ജയിൽവാസം വരെ അനുഷ്ഠിച്ച ഒരു ചെറുപ്പക്കാരൻ പിന്നീട് മദ്യപാനത്തിന് അടിമയായി തീരുകയും ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിതം തകർന്നു പോവുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ കഥ നമ്മളിന്ന് കേൾക്കുകയാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയുടെ നിരന്തരമായ സ്വീകരണത്തിലൂടെ മദ്യപാനത്തോടുള്ള ആസക്തി പരിപൂർണമായി വിട്ടുമാറുകയും തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനായി സമർപ്പിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ബ്രദർ ബാബു വയനാട് ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നു. ബ്രദറെ, സ്വാഗതം. അങ്ങയുടെ ഈ അനുഭവം വളരെ തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. കാരണം ഈ മദ്യവിരുദ്ധ പ്രവർത്തകനായി ജയിൽവാസം വരെ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം തീക്ഷ്ണമായിട്ട് അങ്ങ് മദ്യത്തിനെതിരായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ കാലഘട്ടത്തിലെ ആ പ്രവർത്തനത്തിലേക്ക്, അതായത് മദ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞാനൊരു പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു മദ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നതാണെന്ന് പറയുന്നേക്കാൾ ഉപരി ഫാദർ വടക്കൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അക്കാലത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വൈദികൻ്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അക്കാലത്ത് വളരെ പേരുകേട്ട, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു മദ്യവിരുദ്ധ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് വലിയ ഒരാവേശം തോന്നി. ഞങ്ങൾ കൂട്ടുകാരൊരു 3 പേര് അതിന് അനുസരിച്ച് നീങ്ങാനായി പ്ലാൻ ചെയ്തു. അതിൻ്റെ പശ്ചാത്തലം ഏത് പ്രായത്തിലായിരുന്നു? അതൊരു 18-19 വയസ്സേ പഠിക്കുന്ന സമയം. പഠിത്തമൊക്കെ കഴിഞ്ഞു കുറച്ച് നിൽക്കുന്ന സമയമാണ്. അല്ല, ആ കാലഘട്ടത്തിൽ പൊതുവെ ഈ അത്യാവശ്യം മദ്യപാനവും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സിഗരറ്റ് വലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്ന ഒരു പ്രായമാണല്ലോ. അപ്പം ഈ വടക്കനച്ഛൻ്റെ പ്രസംഗമാണ് ശരിക്കും നമുക്ക് പ്രചോദനമായത്. അതെ, മദ്യപാനം ഒന്നും ആ കാലത്ത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. കാരണം ഒന്ന്, എൻ്റെ പിതാവ് അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ തകർച്ചകളൊക്കെ കുടുംബജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 പേരാണ്. 7 പേരിൽ ആരും മദ്യപിക്കാതിരുന്നത് കൊണ്ടും അങ്ങനെ മദ്യപാനം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആവശ്യമായിട്ടോ ഒരു താല്പര്യമായിട്ടോ കടന്നു വന്നിട്ടില്ല. എന്നാൽ ആ സമയത്താണ് ഈ ഫാദർ വടക്കൻ്റെ ഈ പ്രസംഗം കേട്ട് നല്ലൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഞങ്ങൾ 3 പേര് മാഹിയിലാണ് അന്ന് വിരുദ്ധ സമരത്തിനായിട്ട് പോയത്. മാഹിയിലെ ആദ്യത്തെ ഭരണാധികാരി, അവിടുത്തെ സമരവിമോചന നേതാവ് മാഹി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. IK കുമാരൻ മാസ്റ്റർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ സമരം. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ മാഹിയിൽ സമരം ചെയ്തു, അറസ്റ്റ് വരിച്ചു. അന്ന് ഈ MP മന്മഥൻ സാറൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു? MP മന്മഥൻ സാറ്, IK കുമാരൻ മാസ്റ്റർ, ഫാദർ വടക്കനൊക്കെ ആയിരുന്നു കേരളത്തിൽ പൊതുവെ ആ സമയത്ത് സമരം നേതൃത്വം വഹിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മാഹിയിൽ സമരം നടക്കുന്നത്. അവിടെ വെച്ച് അറസ്റ്റ് വരിച്ചു. പിന്നെ ഞങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. എത്ര ദിവസം ജയിലിൽ കിടന്നു? 15 ദിവസവും അന്നത്തെ റിമാൻഡ് ചെയ്തിരുന്നു. 15 ദിവസത്തേക്കായിരുന്നു. അന്നത് വീട്ടിലും നാട്ടിലും ഒക്കെ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയോ? ഞങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് കുറ്റകരമായ കാര്യത്തിനല്ലാത്തത് കൊണ്ട് അത് വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യമല്ല. എന്നാൽ പോലും ആൾക്കാരൊക്കെ അപൂർവമാണ്. കാരണം ജയിൽവാസം അനുഷ്ഠിച്ചവരൊന്നും നമ്മുടെ പരിസരത്തൊന്നും ആരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടും ഇത്തരം സമരങ്ങളിലൊന്നും ആരും അങ്ങനെ അക്കാലത്ത് എത്തിപ്പെടാറില്ല. എന്നാൽ ഞങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ 3 പേര് അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇമേജ് നാട്ടിലൊക്കെ ഉണ്ടായി കാണുമല്ലോ. ഞങ്ങൾക്ക് വന്നപ്പോൾ സ്വീകരണമൊക്കെ കിട്ടിയിരുന്നു. പള്ളിയിൽ നിന്നൊക്കെ സ്വീകരണം കിട്ടിയിരുന്നു. ജയിലനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അതിനുശേഷം കുറേ കാലത്തേക്ക് ഞങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് മാഹിയിലേക്ക് പോകേണ്ട 2-3 വർഷം ഞങ്ങൾക്ക് മാഹിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ തുടർന്ന് വലിയ സമരത്തിലേക്കൊന്നും പിന്നീട് ഞങ്ങൾ കടന്നു ചെല്ലാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല. മദ്യവിരുദ്ധ പ്രസ്ഥാനമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയോ? ഞങ്ങൾ അല്പം ചെറുപ്പമായിരുന്നുകൊണ്ടും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ അങ്ങനെ ചെറുപ്പക്കാരൊന്നും അക്കാലഘട്ടങ്ങളിൽ അധികം ഇല്ലാതിരുന്നതുകൊണ്ടായിരിക്കാം മദ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് ഞങ്ങൾക്ക് അങ്ങനെ പോകാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഒരു ജയിൽവാസം അനുഷ്ഠിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാരും അതുപോലെയുള്ള കാര്യങ്ങളും പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാത്തവരുമായിരുന്നു. അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ടും ഞങ്ങൾക്കൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ഈ
മദ്യത്തിന് അടിമയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാനുള്ള സാഹചര്യം എന്തായിരുന്നു? പിന്നീട് 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏകദേശം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ ഒരു ദുരിത അനുഭവത്തിൽ നിന്നായിരുന്നില്ല, ഒരു തകർച്ചയിൽ നിന്നായിരുന്നില്ല വന്നത്. ഒരു സന്തോഷകരമായ കൂട്ടായ്മ, അന്നത്തെ ഈ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അതുപോലെ കൂട്ടുകെട്ടുകളിൽ പോയി പെട്ട് അതിനൊരു നിയന്ത്രണം വരുത്താൻ പറ്റാതെ മുമ്പോട്ട് പോയിട്ടാണ് മദ്യപാനത്തിൻ്റെ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്. പിന്നെ മദ്യപാനികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടായി പിന്നീട്. മദ്യപാനികളായിട്ടുള്ള മദ്യപിക്കുന്ന സമയത്ത് പിന്നെ കൂട്ടുകെട്ടെല്ലാം മദ്യപാനികളുമായിട്ടാണ് നമുക്ക് പിന്നെ കിട്ടുക. നമ്മൾ നിരന്തരമായ മദ്യപാനത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ടുകൾ നമുക്ക് അകന്നു പോകും. എങ്കിൽ പോലും ആ പഴയ ഒരു ഓർമ്മകളൊക്കെ നമ്മളെ സ്വാധീനിക്കത്തില്ലായിരുന്നു. കാരണം ഒരു നാട്ടിൽ തന്നെ അത്യപൂർവ ആൾക്കാരായിരിക്കും ഈ മദ്യത്തിനെതിരെ സമരം ചെയ്ത് ജയിൽവാസം അനുഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ പിന്നീട് ചെറുതായിട്ടാണെങ്കിൽ പോലും മദ്യപിച്ച് തുടങ്ങിയത് അത് തികച്ചും വിരോധാഭാസമായ ഒരു കാര്യമല്ലേ? മദ്യപിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. ഒരു പരിധിവരെ നമ്മൾ മദ്യപിക്കുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്ന് ഒരു ആത്മവിശ്വാസമുള്ളവരാണ് ഒരു പരിധിവരെ മദ്യപിക്കുന്നവർ. അത് കൈവിട്ടു എന്നവർ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. ഇത് നമുക്ക് നിയന്ത്രണ വിധേയമല്ല എന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. അല്പം സാമ്പത്തികമൊക്കെ നമുക്കുള്ള സമയമാണെങ്കിൽ, ആരെയും നമുക്ക് ആശ്രയിക്കാതെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, വലിയ നിയന്ത്രണങ്ങളൊന്നും നമുക്ക് മറ്റു ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെങ്കിൽ ഇത് വളരെ സുരക്ഷിതമായി കൊണ്ടു നടക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് ജോലിയെ ബാധിക്കുന്നു, കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നൊക്കെ വരുമ്പോഴാണ് ഇത് ഒരു പ്രതിസന്ധിയായിട്ട് നമുക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ബോധ്യപ്പെടുക. ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് മദ്യപിക്കുമായിരുന്നു? അങ്ങനെ ഒരു മദ്യപാനിയൊന്നും ആയിരുന്നില്ല. വല്ലപ്പോഴൊക്കെയുള്ള ഒരു ചെറിയ രീതിയിലുള്ളതായിരിക്കാം. അങ്ങനെ മദ്യപാനി ആയിരുന്നില്ല. കാരണം എൻ്റെ വിവാഹത്തിനൊന്നും വീട്ടിലങ്ങനെ മദ്യമൊന്നും ആർക്കും വിളമ്പിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ ജോലിയോ മറ്റു കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടുള്ള വരുമാന മാർഗമായിരുന്നു. എനിക്കൊരു രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്ന മദ്യപാനത്തിൻ്റെ ഈ ആധിക്യം മൂലം ആ ജോലിയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു, വരുമാന മാർഗം എനിക്ക് അടഞ്ഞു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടുകളൊക്കെ സ്വാഭാവികമായി ഒരു മദ്യപാനിക്കുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളിലൂടെ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി. എല്ലാ തരത്തിലും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിച്ചു. ശരിക്കും ഈ കൂട്ടുകെട്ടാണ് നമ്മളെ ഈ മദ്യത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണമായി തീർന്നത് അല്ലേ? അതെ. വ്യക്തിപരമായ ഒരു കാരണത്തെക്കാൾ ഉപരിയായിട്ട് കൂട്ടുകെട്ടുകളിലൂടെ തന്നെയാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ മദ്യപാനത്തിന് ഞാൻ അടിമയായി തീർന്നത്. ശരിക്കും അടിമത്തം പോലെ തന്നെയായിരുന്നു. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് വളരെ മാതൃകാ പുരുഷനായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് തികച്ചും ദുർമാതൃകയാകത്തക്ക രീതിയിലേക്ക് മാറിയപ്പോൾ ആ സമയത്ത് ഭാര്യയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും പ്രതികരണം ഒരു പരിധിവരെ അവർക്ക് എന്നിലുണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം എൻ്റെ മദ്യപാന രീതി അതുപോലെ ആയിരിക്കാം. അപ്പനും അമ്മയും വിചാരിച്ചു കാണും 7 മക്കളുണ്ട്, അതിൽ 6 പേര് കുഴപ്പമില്ല, ഒരാൾ കാര്യം പ്രതീക്ഷിക്കുക വക നൽകുന്നതല്ല എന്നൊരു ധാരണയിൽ അവർ എത്തിപ്പെട്ടിരുന്നു. ഒന്ന് പോയി എന്നവർ തീരുമാനിച്ചിരുന്നു. സഹോദരങ്ങൾ ഒരു പരിധി വരെയൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടുള്ളൂ. നന്നായി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കുന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അക്കാലത്തും വലിയ ഒരു പ്രാർത്ഥനാനുഭവം ഇല്ലാത്തതുകൊണ്ട് മദ്യപാനികൾക്കൊക്കെ അല്പം നിഷേധികളുമായിരിക്കുമല്ലോ. അല്പം മദ്യപാനത്തെ അല്പം അനുകൂലിച്ചും സംസാരിക്കും. മദ്യപിക്കുന്നവരൊക്കെ മദ്യപാനത്തിന് അനുകൂലിച്ചും, അല്ലെങ്കിൽ അതുണ്ടാകാനുള്ള കാരണം ഞാൻ മൂലമല്ല എന്നവർ പറഞ്ഞിരിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ദുരന്തം എനിക്കുണ്ടായത് ഞാൻ മൂലമല്ല, ഇത് മറ്റുള്ളവരുടെ ഇടപെടലില്ലാത്തത് കൊണ്ട്, സ്നേഹം കിട്ടാത്തത് കൊണ്ട്, അവർ സഹകരിക്കാത്തത് കൊണ്ട്, സഹായിക്കാത്ത, ഇങ്ങനെ കുറേ കാരണങ്ങൾ നമ്മൾ പറയും. ഭാര്യയുടെ നിലപാട് എന്തായിരുന്നു? ഭാര്യയുടെ നിലപാട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഞാൻ തിരിച്ച് വന്ന് ഇപ്പോൾ ഒരു മനുഷ്യനായതിൻ്റെ പിന്നിൽ, ഒരു ശുശ്രൂഷകനായതിൻ്റെ പിന്നിൽ ഭാര്യയുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഒറ്റ ഒന്നാണ്. അത് ഈ മദ്യത്തിനടിമയായിട്ട് നടക്കുന്ന സമയത്തും നമ്മുടെ കൂടെ നിന്നു. ഒരു കാരണവശാലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, എനിക്ക് തള്ളി പറഞ്ഞിട്ടില്ല, എന്നെ മറ്റുള്ളവർ മുമ്പിൽ താഴ്ത്തി കെട്ടിയിട്ടില്ല.
ഒരു കാരണവശാലും ഒരു ദുർമാതൃകയിലേക്ക് വന്നില്ല. എന്നാൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണമെന്ന് ആ സമയത്ത് ആഗ്രഹിക്കാൻ സാധ്യത കുറവാണല്ലോ. ആ സമയത്ത് ആഗ്രഹിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലായി. എന്നെക്കൊണ്ട് സ്വന്തമായിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതൊരു ഏറ്റവും പരിശ്രമിച്ച് നോക്കിയായിരുന്നു, വല്ല ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു തുടങ്ങിയിരുന്നു? ട്രീറ്റ്മെന്റ് സ്വന്തമായിട്ടുള്ള പരിശ്രമമല്ല, നമ്മൾ അത് വേറൊരു രീതിയിൽ നമ്മളെ മാറ്റിമറിക്കാൻ നോക്കുന്നതാണല്ലോ. ഞാൻ സ്വന്തം വിചാരിച്ചാൽ ഒരു പരസഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു ദൈവിക സഹായമില്ലാതെ ഇതിൻ്റെ അകത്ത് മാറ്റം വരില്ല എന്ന് ഒരു ബോധ്യത്തിലേക്ക് ഞാൻ വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്, മരുന്നുകൾക്കൊന്നും ഫലിക്കാൻ പറ്റിയിട്ടില്ല. ഒരുമാതിരിപ്പെട്ട ഉപദേശങ്ങളോ ധ്യാനങ്ങളോ ഒന്നും എനിക്ക് ഫലിക്കുന്നതായിരുന്നില്ല. ധ്യാനത്തിന് വല്ലതും ആരെങ്കിലും പറഞ്ഞു വിടുവോ? ധ്യാനത്തിന് പോയിട്ടുണ്ട്. ധ്യാനത്തിന് ഒരുപാട് പേര് വീട്ടിൽ നിന്നൊക്കെ ആദ്യം ചെയ്യുക ധ്യാനം. അന്നൊക്കെ വലിയ അഭിഷേകം നിറഞ്ഞ ധ്യാനങ്ങളാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനങ്ങളൊക്കെ. അവിടെ പോകാൻ ധ്യാനമൊക്കെ പോയി കൂടി 4 ധ്യാനം കൂടി എന്നിട്ട് പോയിട്ടില്ല. ഏറ്റവും എന്ന് ചോദിച്ചാൽ ഒരു ദൈവാനുഭവം ഉള്ളിക്കിടപ്പുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥിക്കണം, ആത്യന്തികമായിട്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് ആത്യന്തികമായിട്ട് പ്രാർത്ഥനയ്ക്കേ പറ്റുള്ളൂ എന്നൊരു ബോധ്യം ഉള്ളിക്കിടപ്പുണ്ടായിരുന്നു. പക്ഷേ മദ്യം ചെലുത്തുന്ന സ്വാധീനത്തെ അതിജീവിക്കാൻ അതിന് പറ്റിയില്ല. 4 ധ്യാനം കൂടിയിട്ടും നമുക്ക് ഈ മദ്യപാനത്തിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ള വിടുതൽ കിട്ടിയില്ല. കുറച്ചു കാലമൊക്കെ നിന്നു എന്നല്ലാതെ വീണ്ടും ആരംഭിക്കേണ്ട സാധ്യതകൾ തെളിഞ്ഞു വന്നു. ശരിക്കും പിന്നീട് എങ്ങനെയാണ്, എന്താ സംഭവിച്ചത്? അതായത് പരിപൂർണമായിട്ടും ഈ മദ്യത്തോടുള്ള താല്പര്യം വിട്ടുപോകാനായിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? ഞാൻ ഉറപ്പിച്ചു എനിക്കിതിൽ നിന്ന് സ്വാഭാവിക രക്ഷയില്ല എന്ന് ഞാൻ തീർത്തും മനസ്സിലാക്കി. അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ ആയുസിൻ്റെ നീളം കുറയാനുള്ള സാധ്യതകൾ ഇത് കൊണ്ടുവരും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. ചെറുപ്പകാലം തൊട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈശോ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം പറഞ്ഞു തരുമല്ലോ. അതുകൊണ്ട് ഇപ്പം ദൈവത്തെ കണ്ടുമുട്ടുക, ദൈവത്തെ സ്വീകരിക്കുക, ദൈവത്തെ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക, വിടാതെ അങ്ങ് പിടിക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ അറിവുകൾ വെച്ചിട്ട് വിശുദ്ധ കുർബാനയാണല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അതുവരെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. അതായത് എല്ലാ ദിവസവും ജീവിത പങ്കാളി നിർബന്ധമായിട്ടും എന്നെയും കൂട്ടി പള്ളിയിലേക്ക് പോകും. രാവിലെ എല്ലാ ദിവസവും ഒരു വരപ്രസാദത്തിന് സാധ്യതയില്ലാത്ത സമയമായതുകൊണ്ട് അതത്ര അനുഭവമൊന്നും ആയിരുന്നില്ല. വളരെ മടുപ്പോടു കൂടിയാണ് തുടക്കകാലങ്ങളിൽ വിശുദ്ധ കുർബാന. എന്നാലും ഞാൻ അതിൽ മനഃപൂർവ്വം പിടിച്ചു നിന്നു. ഒരു ദിവസം 2 ദിവസം രാവിലെ ഒരാഴ്ച നല്ല തണുപ്പിലും ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ ദിവസവും ഒരാഴ്ച, 2 മാസം, 2 വർഷം അങ്ങനെ നിരന്തരം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിച്ച് മദ്യപാനം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെനിക്കത് മനസ്സിലാകുമായിരുന്നു. ഇത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇങ്ങനെ കുറേ കാലം സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, കുർബാന സ്വീകരിക്കുന്ന ഈ നാവ് കൊണ്ട് നമ്മൾ ആ നാവിന്മേൽ വേറെ ഒന്ന് ഉപയോഗിക്കുന്നത് തെറ്റല്ലേ ഒരു കുറ്റബോധം. എങ്കിലും ആദ്യ നാളുകളിലൊക്കെ ഡെയിലി പള്ളിയിൽ പോവെങ്കിലും അത്യാവശ്യം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അത് പള്ളിയിൽ പോയ ഉടനെ ഇതൊന്നും നിന്നിട്ടില്ല. പള്ളിയിൽ പോകാൻ തുടങ്ങി അത് ഉടനെ അത് പ്രവർത്തിച്ചു എന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതിൻ്റെ അളവ് കൂടുന്നവരെ മദ്യപാനത്തിന്റെ അളവ് തന്നെയായിരുന്നു മുകളിലുണ്ടായിരുന്നത്. ഒരു ദിവസം തന്നെ 2-3 കുർബാന കൂടുന്ന ശീലം ഉണ്ടായിരുന്നു? അങ്ങനെ കൂടുന്നില്ല. ഡെയിലി എല്ലാ ദിവസവും ഒരു കുർബാന മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ കുർബാന സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകാറില്ല സാധാരണ. ഉണ്ടെങ്കിലും ഒരു കുർബാനയിൽ തന്നെ ക്രമേണ ഈ മദ്യപാനശീലം അങ്ങ് മാറുവായിരുന്നു ചെയ്ത്, അതോ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് നിൽക്കുവാണ്? ഞാൻ കൂട്ടായ്മയിലേക്ക് വന്നു. പെട്ടെന്ന് വിശുദ്ധ കുർബാനയിലേക്ക് എല്ലാ ദിവസവും പോകാൻ തുടങ്ങിയപ്പോൾ അനുദിന ദിവ്യബലിയിലേക്ക് പുതുതായി കടന്നു വരുന്ന ആൾക്കാരെ, അന്നൊക്കെ കൂട്ടായ്മ ശക്തമായ കാലഘട്ടമായതുകൊണ്ട് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഉള്ള വിശുദ്ധ കുർബാന അനുദിന കുർബാനയിലേക്ക് വരുന്ന ആൾക്കാരെ ഒരു സഹോദരൻ ശ്രദ്ധിച്ചു. അദ്ദേഹം വന്ന് ഇപ്പം പള്ളിയിൽ അടുപ്പിച്ച് കാണുന്നുണ്ടല്ലോ എവിടെയാണെന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പം എനിക്ക് അന്നൊക്കെ ചെറിയ കൈത്തൊഴിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു കൂട്ടായ്മയുണ്ട്, അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. ഞാനും എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ സംവിധാനം അന്വേഷിച്ച് നടക്കുന്ന സമയമായിരുന്നു. ബ്രദർ ഏതാ വകയിലായിരുന്നു? അന്ന് ഞാൻ കൽപ്പറ്റ ആയിരുന്നു. കൽപ്പറ്റ തിരുഹൃദയ ദേവാലയത്തിലായിരുന്നു അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. തിരുഹൃദയ ദേവാലയത്തെ പള്ളിയിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. ഇടവക കൂട്ടായ്മയായിരുന്നു അതോ കെസ്മാറ്റിക് കൂട്ടായ്മ? കെസ്മാറ്റിക് കൂട്ടായ്മയായിരുന്നു. അതിൽ ചെന്നപ്പോൾ
അതിൽ ജോസഫ് ചേട്ടൻ എന്ന് പറയുന്ന, ജോസഫ് ബ്രദർ എന്ന് പറയുന്ന തോട്ടുപുറം, അദ്ദേഹം പിന്നെ നന്നായിട്ട് കൂട്ടായ്മ നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് കൂട്ടായ്മകൾ നയിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ അന്ന് 10-30 ആൾക്കാരുള്ള കൂട്ടായ്മ അദ്ദേഹം. അപ്പോൾ അതിലേക്ക് വന്നു. അത് വീടുകളിലായിരുന്നു പ്രാർത്ഥന നടന്നിരുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ ഒരു കൂട്ടായ്മ നടത്താൻ പറ്റുന്ന വിധത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. വലിയൊരു ഹോളൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെയാണ് കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം ആ സമയമാകുമ്പോൾ എല്ലാവരും കാത്തിരിക്കും. ഒരാൾ പോലും മിസ്സിങ് ആകില്ല. കാരണം ഓരോരുത്തരും അവരുടേതായ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവർക്ക് ഈ കൂട്ടായ്മകളിലൂടെ ഒരു പ്രാർത്ഥനാനുഭവം കൊടുക്കാൻ പറ്റി. വചനം പഠിക്കുവാനും പ്രാർത്ഥന പരിശീലിക്കുവാനൊക്കെ ഈ കൂട്ടായ്മയിലൂടെയാണ് എനിക്ക് പരിചയം കിട്ടുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുത്തുകൊണ്ടിരുന്നു. പിന്നെ ആ കൂട്ടായ്മ തന്നെ നടത്തുന്ന വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും, എവിടെയെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യും. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ സംവിധാനങ്ങളൊക്കെ കൂടെ വരാറുണ്ട്. വൺ ഡേ പ്രോഗ്രാമുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങളിലും കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടും ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടും നീങ്ങാനുള്ള വലിയൊരു ദാഹം ഉള്ളിലുണ്ടാക്കിയെടുത്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ മദ്യപാനം ഉണ്ടായിരുന്നോ ചെറിയ തോതിലെങ്കിലും? ഇല്ല, ആ സമയമാകുമ്പോഴത്തേക്കും കൂട്ടായ്മയിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ മദ്യപിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വളരെ തെറ്റായ ഒരു കാര്യമാണെന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസവഞ്ചനയൊന്നും അല്ല, ഉള്ളിൽ മദ്യപാനം അങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് തന്നെ മനസ്സിലാകും. അതായത് ഒരു അനുകൂല സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ആ സമയത്ത് വീണ്ടും കത്തിപ്പിടിച്ചേനെ. അതായത് അത് വേരോടെ പിഴുതു മാറ്റി എന്ന് പറയുന്ന സാഹചര്യമൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും ശുശ്രൂഷയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് പരിപൂർണമായിട്ടും ശുശ്രൂഷയിൽ കയറി കഴിഞ്ഞ പിന്നെ എനിക്ക് ഇത് വേരോടെ പിഴുതു പറയുന്ന എന്നെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ല. മദ്യപാനത്തിന് എന്നെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വീടിന് പോകാമായിരുന്നു. സാധ്യതയുണ്ടോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുമായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ആർക്കും ഒരു ദോഷം വരുത്തരുത്, മറ്റുള്ള വീട്ടുകാർക്കൊക്കെ വരുത്തരുത് എന്ന് വെച്ചിട്ട് മനഃപൂർവ്വം പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ അതെ കഴിക്കാതിരിക്കാൻ വേണ്ടി ഭയമാണ് നമുക്ക്. കഴിച്ചു പോകുമോ അങ്ങനെ, കാരണം നമ്മുടെ ദൗർബല്യത്തെ പറ്റി നമുക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഈ കൂട്ടായ്മയിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോൾ തീക്ഷ്ണമായി ചെയ്യും. അപ്പം വചനമൊക്കെ പഠിക്കാൻ വെച്ചാൽ 10-30-40 വചനമൊക്കെ ഒന്നിച്ചങ്ങ് പഠിക്കും. അങ്ങനെയൊക്കെയുണ്ട്. കാണാപ്പാടം പഠിക്കും. അപ്പോൾ അങ്ങനെ വചനമൊക്കെ അന്ന് ഒരുപാട് വചനങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ ചെല്ലുമ്പോഴും ഒക്കെ എല്ലാവരുടെ കൂടെയൊക്കെ ചെല്ലും. അത്യാവശ്യം പാട്ട് പാടും. അങ്ങനെയൊക്കെ ഒരു സജീവമാക്കാൻ എനിക്ക് പറ്റുന്നതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശുശ്രൂഷയിലേക്കൊന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. ആദ്യമായിട്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് പിന്നെ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞ പ്രകാരം ഇന്നടുത്ത് ധ്യാനം നടക്കുന്നുണ്ട്, ആ ധ്യാനം അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ധ്യാന ഗുരുവിനെ കാണുക എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ ധ്യാനം ഞാൻ അറ്റൻഡ് ചെയ്തു. അന്നൊക്കെ ഞാൻ ധ്യാനത്തിന് ഒരു 12 പേരൊക്കെ എൻ്റെ കൂടെ വരും. ഞാനൊന്ന് ധ്യാനത്തിന് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളും വരുക എന്ന് പറഞ്ഞ് 10-12 സഹായിക്കാൻ പോവുകയാണ്. ശുശ്രൂഷ സഹായിക്കാനല്ല, അത് ധ്യാനം കൂടാൻ വേണ്ടി തന്നെ ധ്യാനം കൂടാനാണ് പോയത്. അപ്പോൾ കുറച്ച് പേരെ കൂട്ടിക്കൊണ്ടുപോകും. അന്ന് ആ കാലത്ത് ആ സ്ഥലത്തുള്ള മിക്കവാറും ധ്യാനങ്ങളൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. കുളത്തുവേൽ ധ്യാനങ്ങൾ ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ വരും. ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വരും. സാധാരണ അവർ പോകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പോകാൻ നിൽക്കുമായിരുന്നു. പോകുന്നുണ്ട് ഞങ്ങളും വരാം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങനെയാണ് അന്നൊക്കെ. കാലഘട്ടത്തിലൊക്കെ ഈ കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു നോക്കുന്നത്? പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. സാമ്പത്തികമായിട്ട് നമ്മൾ ഒത്തിരിയേറെ അങ്ങ് പൊളിഞ്ഞു പോയായിരുന്നല്ലോ. അതെ. അന്ന് ഒരു ചെറിയൊരു കൈത്തൊഴിൽ മാത്രമേ എനിക്കുള്ളൂ. വളരെ ലളിതമായ രീതിയിലായിരുന്നു ഞാനന്ന് ജീവിച്ചിരുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് അതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. വലിയ സാമ്പത്തിക സെറ്റപ്പ് ഒന്നുമില്ല. വളരെ ചുരുക്കം, ചെറിയ വരുമാനം, ചെറിയ ജീവിത രീതി. ഒരു 100-250 രൂപ, 300 രൂപ, 500 രൂപയൊക്കെ വരുന്ന വാടക വീട് എന്നൊക്കെ അത്ര മതി. അങ്ങനെ താമസിച്ചുകൊണ്ട് ഇരുന്നത്. അതിൽ എനിക്കും ബുദ്ധിമുട്ട് തോന്നിയില്ല. സാമ്പത്തികം വരുന്നതനുസരിച്ചിട്ട് വശം മാറ്റമൊക്കെ വരുത്തി എന്നല്ലാതെ ആ കാലഘട്ടം നന്നായിട്ട് ഒറ്റ ചിന്തയുള്ളൂ ഉള്ളിൽ. ശുശ്രൂഷ എന്നൊരു ചിന്ത കിടപ്പുണ്ടായിരുന്നു, ഒരു തീ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ആ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ജീവിത പങ്കാളിയും തയ്യാറായിരുന്നു. ഏത് കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഇന്നത് വേണ്ടെന്ന് വെക്കാനൊക്കെ തയ്യാറാണ്. ആളൊന്ന് രക്ഷപ്പെട്ട് കിട്ടി, ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി പട്ടിണിയും കഷ്ടപ്പാടും വന്നാൽ പോലും അതെല്ലാം ടോളറേറ്റ് ചെയ്ത് പോകുമായിരുന്നു.
അത് സത്യത്തിൽ മദ്യപാനം ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് മാത്രമേ ജീവിത പങ്കാളിക്ക് സത്യത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അതെങ്കിലും അത് കാരണം അത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധം ആയിരുന്നല്ലോ. പക്ഷെ ശുശ്രൂഷയിലേക്ക് വരുമെന്നൊന്നും അത്ര പ്രതീക്ഷിച്ചാണില്ല. വന്നപ്പോഴും വലിയ സന്തോഷമായിരുന്നു. ഈ ആദ്യമായിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? ഞാൻ ധ്യാനം കൂടാനായിട്ട് പോയി. അപ്പം എന്നെ പറഞ്ഞു കേട്ട എന്നെ പരിചയമുണ്ട് ധ്യാനം നയിക്കുന്ന വ്യക്തിക്ക്. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന ആളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, ഞങ്ങൾ കുറച്ച് പേര് ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു, എന്നാൽ വെയിറ്റ് ചെയ്യ്, ഇനി കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. രാത്രിയായി വൈകുന്നേരമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അന്ന് രാത്രി ഒരു 2 മണി വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. വെറുതെ ശുശ്രൂഷ കാര്യങ്ങൾ, അഭിഷേക, ദൈവിക കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. 2 മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ കണ്ണൂർ ഒരു വൺഡേ പ്രോഗ്രാം ഞാൻ ഏറ്റതുണ്ട്. ഞാൻ വൈകുന്നേരം 3 മണിക്കേ വരുള്ളൂ. ഒരു പാട്ടുകാരനെ വിട്ടുതരും, സാക്ഷ്യം പറയാൻ ഒരാളെ വിട്ടുതരും. ബാബു ഇത് ചെയ്യണം. ഒരു ശുശ്രൂഷയിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അത്ര എളുപ്പമല്ല. പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഞാനത് ഏറ്റു. ഞാൻ പറഞ്ഞു, ബ്രദർ പറയുകയാണെങ്കിൽ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം എൻ്റെ ഉള്ളിൽ ഒരു 16 ക്ലാസ് ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ശുശ്രൂഷ ഭാവനയിൽ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൺഡേ പ്രോഗ്രാം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. നന്നായി ചെയ്തു. എവിടെയായിരുന്നു ആ പ്രോഗ്രാം? ഇത് കണ്ണൂർ ടൗണിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഇടവ പള്ളിയിലായിരുന്നു. അവിടെ 10-22 വർഷം. ആ ശുശ്രൂഷ എങ്ങനെ അനുഭവപ്പെട്ടു? നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ വന്നോ? നമുക്ക് തുറന്ന് ചെയ്യാൻ പറ്റും? അതൊരു ഒഴുക്കായിരുന്നു. കാരണം ശുശ്രൂഷ ചെയ്യാനുള്ള ഈ ആഗ്രഹവും അതുകൊണ്ടുള്ള പഠനങ്ങളും അതെല്ലാം കൂടെ നന്നായി ചെയ്തു എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും ആ ശുശ്രൂഷയെ പറ്റി എന്നോട് അവിടെ ഉള്ളവർ വന്ന് കാണുമ്പോൾ പറയുമായിരുന്നു. അത്രയും അഭിഷേകത്തോടെ ശുശ്രൂഷ പോയി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പുതുക്കക്കാരൻ്റെ എല്ലാ കുറവുകളും ചിലപ്പോൾ അതിൽ കാണുമായിരിക്കും. എങ്കിൽ പോലും വളരെ നന്നായിട്ട് ആ ശുശ്രൂഷയൊക്കെ അന്ന് ചെയ്യാൻ പറ്റി. പിന്നീട് മുൻപോട്ട് ധ്യാന ശുശ്രൂഷകളൊക്കെ എങ്ങനെയാണ് കടന്നു വന്നത്? പിന്നീട് ഞാൻ കുറച്ച് കാലം കൂടി അവിടുത്തെ ആ നാട്ടിൽ തന്നെയുള്ള ശുശ്രൂഷകളിലൂടെ കടന്നുപോയി. പിന്നീട് എനിക്ക് ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഡൽഹിയിൽ എന്തായിരുന്നു ശുശ്രൂഷ? ഡൽഹിയിൽ അവിടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഒരു സെൻറ്റർ, സഹൃദയ എന്ന് പറഞ്ഞൊരു സെൻറ്ററുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ അവിടെ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ ചെല്ലുമ്പോൾ നല്ലൊരു സ്വീകരണം ഉണ്ടായിരുന്നു. എനിക്കറിയുന്നവർ തന്നെയാണ്. അവിടെ 24 മണിക്കൂറും വിശുദ്ധ കുർബാന എടുത്തു വെച്ച് ആരാധിക്കുന്ന ഒരു സമൂഹമാണ്. ഡൽഹി ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിലാണത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്മാരുടെ കൂട്ടായ്മയാണത്. വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് മാത്രം അച്ഛന്മാരെ വിളിക്കുമ്പോൾ അവർ വരികയും വിശുദ്ധ കുർബാന ചെല്ലുകയൊക്കെ ചെയ്യും. ബാക്കി പൂർണ്ണമായിട്ടും ഈ ദിവികാരൻ ആരാധന നയിച്ചുകൊണ്ടിരിക്കുന്ന അൽമാരുടെ ഒരു കൂട്ടായ്മയാണ്, സഹൃദയ എന്ന് പറയും. അവിടെയുള്ള എൻ്റെ അനുഭവം ഒരു വലിയ ശുശ്രൂഷാ തലത്തിൽ വലിയ മാറ്റം തന്ന ഒരു അനുഭവം ഡൽഹിയിൽ വെച്ചാണ് എനിക്കുണ്ടാകുന്നത്. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? ഞാനൊരു 5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ടല്ല, ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, ഫാമിലി ആയതുകൊണ്ട് ഞാൻ 2-3 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും. ഇവിടെ 1 മാസമൊക്കെ ചെലവഴിച്ച ശേഷം പിന്നെയും തിരിച്ച് ഡൽഹിക്ക് പോകും. അവിടെ എന്താണ് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നല്ലോ, അതോ ഈ ചേരികളിലൊക്കെ പോയി സുവിശേഷം പറയുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? മധ്യസ്ഥ പ്രാർത്ഥന ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അവിടെ തന്നെ ഞങ്ങൾ മറ്റ് കൂട്ടായ്മ പുറമേയുള്ള ആൾക്കാരെ വിളിച്ചിട്ടുള്ള കൂട്ടായ്മകളും ക്ലാസ്സുകളൊക്കെ കൊടുക്കും. അതുകൂടാതെ അപൂർവമായിട്ട് പുറമേയുള്ള ഇടവകളിലെ ധ്യാനങ്ങളും ഉള്ളിലോട്ടുള്ള ഇടവ പള്ളിയിലുള്ള ധ്യാനങ്ങളും ചെയ്യുമായിരുന്നു. അങ്ങനെ 5-6 വർഷത്തോളം ഡൽഹിയിലുണ്ട്. 5-6 വർഷത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു. അന്ന് വലിയ തീഷ്ണതയുള്ള വ്യക്തിയുടെ കൂടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെയുള്ള ആ ശുശ്രൂഷകൾ എന്നെ ശരിയായിട്ടുള്ള ശുശ്രൂഷയിലേക്ക്, ഒരു പക്വതയുള്ള ശുശ്രൂഷയിലേക്ക് ഒരു അടിത്തറയിട്ടത് ഈ ഡൽഹിയിലെ ശുശ്രൂഷകൾ. അവിടുന്ന് പിന്നെ ഡൽഹിയിലെ ശുശ്രൂഷകൾ തന്നെ വളരെ അത്ഭുതകരമായിട്ട്, ഇവിടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ശുശ്രൂഷകരും അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഞങ്ങൾ വർഷത്തിൽ ഒരു 4-5 ധ്യാനങ്ങൾ ചെയ്യും. അവിടെയുള്ള ആൾക്കാരെല്ലാം, അവർക്കൊക്കെ ഇതൊരു നല്ലൊരു മലയാള ധ്യാനാനുഭവം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്
പ്രധാനപ്പെട്ട എല്ലാ ശുശ്രൂഷകരും അവിടെ വരുമായിരുന്നു. അതിലേറ്റവും കൂടുതൽ വന്നിട്ടുള്ള സന്തോഷ് കരിമത്ര ഏറ്റവും കൂടുതൽ ശുശ്രൂഷക്കായിട്ടും പ്രാർത്ഥനക്കായിട്ടും അവിടെ വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള സമ്പർക്കം അത് വളരെ ഭയങ്കരമായിട്ട് ഞങ്ങളെ സ്വാധീനിക്കുമായിരുന്നു. ജ്വലനമുള്ള ആ ഒരു അഭിഷേക ശുശ്രൂഷകളൊക്കെ പരിശീലിക്കുന്നത് സത്യത്തിൽ സന്തോഷ് ബ്രദറിൻ്റെ നല്ലൊരു സ്വാധീനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയിലെല്ലാം അത് പിന്നീട് നമ്മുടെ ശുശ്രൂഷകളെയൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നുള്ള ശുശ്രൂഷകളൊക്കെ കൂടുതലും അഭിഷേക ശുശ്രൂഷകൾ, ഒരു പവർഫുൾ മിനിസ്ട്രിയൊക്കെ ഞാൻ പിന്നീട് എല്ലായിടത്തും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ പരിശീലനമാണ്. സന്തോഷ് കരിമത്രയുടെ കൂടെയുള്ള ശുശ്രൂഷകൾ. ഡൽഹിയിൽ നിന്ന് പിന്നീട് അങ്ങോട്ടാണ് ശുശ്രൂഷ പറിച്ചു നടപ്പെട്ടത്. ഡൽഹിയിൽ നിന്ന് ഞാൻ അതിനുശേഷം നേരെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് 1-2 മാസം നാട്ടിൽ നിന്നപ്പോൾ ഞാൻ മക്യാട് ധ്യാന കേന്ദ്രത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് കയറി. അത് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിൽ ആ ശുശ്രൂഷ അവിടെ അന്ന് തുടങ്ങി. ജോയി ചെമ്പകശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ നടത്തിയുണ്ട് അവിടെ. പക്ഷെ അത് വളരെ ചെറിയ ആൾക്കാർ മാത്രം വരുന്നൊരു ധ്യാനങ്ങളായിരുന്നു മുമ്പ് കാണുന്നത്. ജോയി ചെമ്പകശ്ശേരി അച്ഛൻ വന്ന് അതിൻ്റെ ചാർജ് എടുത്ത് അവിടുത്തെ ശുശ്രൂഷകൾ അടിമുടി മാറ്റം വരുത്തി. ശരിയായിട്ടുള്ള ഡെലിവറൻസ് മിനിസ്ട്രി വരുന്നത് ജോയി ചെമ്പകശ്ശേരി അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. അച്ഛൻ വന്ന് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റി. അച്ഛൻ്റെ കൂടെയുള്ള ശുശ്രൂഷകൾ ആണ് പിന്നീട് ഒരു നല്ലൊരു പരിചയസമ്പന്നത എനിക്ക് തന്നിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ വിദേശത്തേക്ക് പോകാൻ ഉണ്ടായത്? അവിടെ ഞാൻ 6-7-8 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോകാനായിട്ടുള്ള. വിദേശത്ത് എവിടെയായിരുന്നു? അബുദാബിയിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. UAE മുഴുവനും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. UAE എല്ലാ പള്ളിയിലും ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ജോബ് വിസയിലൊന്നും അല്ല പോയത്? ജോബ് വിസയിലല്ല പോയത്. ഞാൻ എല്ലാ തരത്തിലുള്ള ശുശ്രൂഷ അവിടെ ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഫുൾ ടൈമർ ആയിരുന്നത് കൊണ്ട് സമയം ഉണ്ടായിരുന്നല്ലോ. പിന്നീട് കോവിഡിന്റെ ആരംഭത്തിലാണോ ഈ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്? അല്ല, കോവിഡിന്റെ കാലത്ത് ഞാൻ അബുദാബിയിലാണ് ഉള്ളത്. കോവിഡിന്റെ ഞാൻ ഫുൾ ടൈം ശുശ്രൂഷയാണ്. എനിക്ക് പ്രത്യേകിച്ച് മറ്റു വരുമാന മാർഗങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നുമില്ല. അപ്പോൾ ഒരു ദൈവിക ഇടപെടൽ അവിടെ നടക്കുന്നത് കോവിഡ് തുടങ്ങേണ്ട സമയത്ത് എനിക്ക് വിദേശത്ത് പോകാൻ വലിയ പ്രേരണ. അതിന് 1 വർഷം മുമ്പ് ഞാനിവിടെ ഉണ്ട്. ഞാൻ ജോയി അച്ഛൻ്റെ കൂടെ കൺവെൻഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8-10 കൺവെൻഷനൊക്കെ ചെയ്തു. ഡിസംബർ മാസമായപ്പോൾ അച്ഛൻ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ എനിക്ക് തോന്നിയാണ് എനിക്ക് വിദേശത്ത് പോകണം, ഒന്നുകൂടെ പോകണം. സാധാരണ അങ്ങനെ ആരെങ്കിലും വിളിച്ച് നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ പോകാറ്. ഇതെനിക്ക് തോന്നിയാണ് എനിക്ക് പോകണം. ഞാൻ ഉടനെ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പെട്ടെന്ന് വിദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് 15 ദിവസത്തിനുള്ളിൽ എയർപോർട്ട് ബന്ധായി. ആർക്കും ഇതേപ്പറ്റി വലിയ ധാരണകളില്ലാണ്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇത് 1-2 ആഴ്ചയെ നീണ്ടു നിൽക്കത്തുള്ളൂ, അത് കഴിയുമ്പോൾ ഓപ്പൺ ആവും. ചിലർ പറഞ്ഞു ഇത് അമേരിക്കയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, വത്തിക്കാൻ ഒരുപാട് പ്രോബ്ലമാണ്, എന്താണെന്ന് അറിയത്തില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ശുശ്രൂഷ എല്ലാം ബ്ലോക്കായി. ശുശ്രൂഷ ബ്ലോക്കായി. നേരിട്ട് പോകുന്ന ശുശ്രൂഷകൾ ചെന്ന ഉടനെ 1-2 ആഴ്ച ഞാൻ ചെയ്തു. പിന്നെയുള്ള ശുശ്രൂഷ ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരത്തേക്കും പിന്നെ നിയന്ത്രണം വന്നു വീടുകൾ. പിന്നീടുള്ള സമയം എന്ത് ചെയ്തു? ഉടനെ ഞാൻ അവിടെ സൂം ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തു. ഈ അബുദാബിയിൽ ഒക്കെ ആദ്യമായിട്ട് സൂമിൽ ശുശ്രൂഷ ചെയ്തു ഞാൻ. എനിക്ക് വേറെ സംവിധാനത്തിൽ അത്. അങ്ങനെ എത്ര നാൾ അവിടെ ചെയ്തു? ഞാനൊരു 1.5 വർഷം, പിന്നെ 1 വർഷത്തിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു വിസയും കൂടെ, ഒരു ഷെഡ്യൂൾ വിസയും കൂടെ എടുത്തു അവിടെ. എനിക്ക് വിസ എടുത്തു തന്നു അവിടെ. അപ്പോൾ നേരിട്ട് ആരെയും കാണാൻ പറ്റുന്നില്ല, ഒരു കൂട്ടായ്മയും നടക്കുന്നില്ല എങ്കിലും എനിക്കവിടെ വിസ വന്നു. ഞാൻ അവിടെ സൂം ശുശ്രൂഷകൾ പല സ്ഥലത്തായിട്ട് ചെയ്തു. അവിടെയുള്ള എല്ലാ കൂട്ടായ്മകളിലും സൂം ശുശ്രൂഷകൾ ആരംഭിച്ചു. സൂം ശുശ്രൂഷകളാരും പരിചയപ്പെടുത്തി ഇങ്ങനെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാൻ പറ്റും. എൻ്റെ ഒരു കൂട്ടായ്മ അമേരിക്കയിലുണ്ടായിരുന്ന ഒരു കൂട്ടായ്മയെ പോലും ഞാൻ ഈ ശുശ്രൂഷ പരിചയപ്പെടുത്തി ഇങ്ങനെ എല്ലായിടത്തും ശുശ്രൂഷ വ്യാപിപ്പിക്കണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ദൈവം അനുവദിച്ചു. പിന്നീട് നാട്ടിലേക്ക് ഇനി തിരിച്ചു പോന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന്. ശുശ്രൂഷകളൊക്കെ വയനാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 3 മാസമായിട്ട് ഞാൻ ചെറുപുഴ എന്ന സ്ഥലത്ത്, എൻ്റെ നാട് തന്നെയാണ്, തിരിച്ചു വന്നു. അവിടുത്തെ ഞാനിപ്പോൾ കള്ളാർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. വിദേശത്തായിട്ടുള്ള ശുശ്രൂഷകൾ ഓൺലൈൻ വഴി ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർക്ക് ഒന്നിച്ചുകൂടാൻ അവസരം ഉണ്ടെങ്കിലും ചില കൂട്ടായ്മകൾ ഓൺലൈൻ വഴി ശുശ്രൂഷകൾ ആവശ്യപ്പെടാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ആ വിധത്തിലാണ് ശുശ്രൂഷകൾ. അവസാനമായ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ.
ഈ ഇനിയും ഒരു കടുത്ത മദ്യപാനത്തിൻ്റെ ഒരു ആസക്തിയിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വന്നാൽ, അതായത് അങ്ങനെയുള്ള കൂട്ടുകാർ വന്ന് നിർബന്ധിച്ചാൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോയി പെട്ടാൽ വീണു പോകാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ടോ? അതൊരിക്കലുമില്ല. കാരണം മദ്യപാനം തുടങ്ങിയത് ഞാനാണ്, പക്ഷെ നിർത്തിയത് ദൈവമാണ്. ഓക്കെ. അതുകൊണ്ട് രണ്ടാമതൊരു തിരിച്ചുപോക്ക് ദൈവിക കാര്യങ്ങളിൽ ഉണ്ടാകില്ല. ഓക്കെ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിക്കാവുന്ന ഒരു വലിയ സന്ദേശമാണ് അങ്ങ് അവസാനമായിട്ട് പറഞ്ഞത്. മദ്യപാനം തുടങ്ങിയത് ഞാനാണ്, പക്ഷെ ഇത് നിർത്തിയത് ദൈവമാണ്. അതുകൊണ്ട് ഇനിയൊരു റീസ്റ്റാർട്ടിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ദൈവം ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്താൽ അത് എന്നേക്കുമായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. വളരെ നന്ദി ബ്രദറെ, ഈ ശുശ്രൂഷയിൽ വയനാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഈ തീപിടിച്ചവരിൽ വന്ന് അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാനായിട്ട് ഇന്ന് സമയം കണ്ടെത്തിയത് ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തീപിടിച്ചവരിൽ നമുക്ക് മറ്റൊരു വ്യക്തിത്വവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.